നമസ്കാരം, ഗ്രാമ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. വാടനപ്പള്ളിയിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. ആശാ വർക്കർമാർക്കെതിരെ ഗവൺമെന്റ് പുറത്തിറക്കിയ സർക്കുലർ കത്തിച്ച് കോൺഗ്രസ് പ്രതിഷേധം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തളിക്കുളം ബ്ലോക്ക് വാർഷിക സമ്മേളനം നടന്നു. വാർത്തകൾ വിശദമായി നോക്കാം. വാടനപ്പള്ളിയിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിലായി. വെങ്കിടങ്ങ് കൈതമുക്ക് ചക്കനാത്ത് വീട്ടിൽ 21 വയസ്സുള്ള സവാദ് ഹംസ എന്നയാളാണ് അറസ്റ്റിലായത്. വാടനപ്പള്ളി ചിലങ്ക പരിസരത്ത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പ്രത്യേക വാഹന പരിശോധനയിൽ സംശയാസ്പദമായി കണ്ട ഒരു കാർ പരിശോധിച്ചപ്പോഴാണ് ലഹരിമരുന്ന് കണ്ടെത്തിയത്. വാടനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BS ബിനു, പോലീസ് സബ് ഇൻസ്പെക്ടർ റഫീഖ്, സിവിൽ പോലീസ് ഓഫീസർ ജിഷ്ണു എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർക്കെതിരെ ഗവൺമെന്റ് പുറത്തിറക്കിയ സർക്കുലർ കത്തിച്ച് പ്രതിഷേധിച്ചു. കോതകുളം സെന്ററിൽ നടന്ന പ്രതിഷേധം DCC ജനറൽ സെക്രട്ടറി K ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CR അറുമുഖൻ, CV വികാസ്, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി MM ഇക്ബാൽ, KH കബീർ, പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സലിം, പഞ്ചായത്ത് മെമ്പർ അനിത ത്രിദീപ് കുമാർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോസ് താടിക്കാരൻ, സുമേഷ് പാനാട്ടിൽ, ബിനോയ് ലാൽ, അജ്മൽ ഷെരീഫ്, വൈശാഖ വേണുഗോപാൽ, സജിത്രൻ തയ്യിൽ, ഡേവിസ് വാഴപ്പള്ളി, സുജി കരിപ്പായി, ജിതേഷ് പൊയ്യാറ എന്നിവർ സംസാരിച്ചു. ഇടശ്ശേരി CSM സെൻട്രൽ സ്കൂൾ കിൻഡർ ഗാർഡനിൽ വർണ്ണശബളമായ പരിപാടികളോടെ കിഡ്സ് ഡേ ആഘോഷിച്ചു. ചെയർപേഴ്സൺ സഫിയ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെയും ഒരു ഫീഡ്ബാക്ക് എടുക്കാറുണ്ട്. അതിൽ നിന്നെല്ലാം നമുക്ക് എല്ലാ തരത്തിലും നമ്മൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്കറിയാം. എല്ലാവർക്കും അതൊരു വാഗ്ദാനമായി തരികയാണ്. KG സ്റ്റുഡൻസിനും UKG സ്റ്റുഡൻസിനും PKG സ്റ്റുഡൻസിനും അവരുടെ പേരൻസിനും. പിന്നെ ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ അവരുടെ ഫ്രണ്ട്സിനെ നന്നായി ആരാണെന്ന് മനസ്സിലാക്കുക. അവരെ മാറ്റി നിർത്താനല്ല പറയുന്നത്, അവരെയും കൂടി ഏതെങ്കിലും വിധത്തിൽ മോശപ്പെട്ട വല്ല പ്രവർത്തനങ്ങൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് നന്നാക്കിയെടുക്കാൻ ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ പേരൻസിനോടോ ഒക്കെ സംസാരിച്ച് ക്ലിയർ ആക്കാം. നമുക്ക് ചെറുപ്പത്തിൽ പെട്ടെന്ന് അവരുടെ ബിഹേവിയറൊക്കെ മാറ്റാൻ പറ്റും. പിന്നെ പ്രിൻസിപ്പൾ എപ്പോഴും പറയാറുണ്ട്, ഭക്ഷണരീതിയും എക്സസൈസ് ഇല്ലായ്മയാണ് ഇപ്പോഴത്തെ കൂടുതൽ പ്രശ്നം. പ്രിൻസിപ്പാൾ ഡോക്ടർ M ദിനേശ് ബാബു അധ്യക്ഷത വഹിച്ചു. തൃശൂർ സഹോദയ കിഡ്സ് ഫെസ്റ്റിൽ വിജയികളായ കുട്ടികൾക്ക് PTA പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വൈസ് ചെയർമാൻ CM മുഹമ്മദ് ബഷീർ, സെക്രട്ടറി CM നൌഷാദ്, മാനേജർ PK ഹൈദരാലി, ജോയിന്റ് സെക്രട്ടറി CM സൈഫുദ്ദീൻ, KG കോർഡിനേറ്റർ KT രമ, സൈറ ഹക്കീം എന്നിവർ സംസാരിച്ചു. CSM കിഡ്സ് വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. വാടനപ്പള്ളി KM LP സ്കൂളിൽ വാർഷികാഘോഷം നടത്തി. പഞ്ചായത്ത് അംഗം സരിത ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ദേവരാജൻ അധ്യക്ഷനായി. പ്രധാനാധ്യാപിക ബോബി, സ്റ്റാഫ് സെക്രട്ടറി രാഗാഞ്ജലി, രണ്ടാം വാർഡംഗം ഷബീർ അലി, BRC കോർഡിനേറ്റർ സലാവുദ്ദീൻ, ഗ്രീഷ്മ, പൂർവാധ്യാപകരായ മോദം, ശശികല എന്നിവർ സംസാരിച്ചു. എൻഡോമെന്റ് വിതരണവും കലാപരിപാടികളും അരങ്ങേറി. മുത്തായ ഫാത്തിമ നിനക്കായിന്റെ മുത്തളിവായ
റസൂലേറ്റം സന്തോഷിച്ചെന്ന് മട്ടത്തിൽ വിധാനിച്ചെന്നാകാശം പിന്നെ മക്കത്തെ ഖുറൈശിത്താര വാട്ടപ്പെണ്ണ് മുത്തായ ഫാത്തിമാന്റെ കാണില്ലെന്ന് മുത്തലിമായ റസൂലേറ്റം കരളിന്റെ കരളി എന്നോടൊന്ന് ചിരിക്കും കിളിയേ മാനസ കിളിയെ വെറുതെ നിന്നും കിടുങ്ങാതെ വെച്ചോളാം പട്ടുനെറ്റിയിൽ ഉമ്മ വെച്ചോളാം കിഴച്ചിട്ടിലെ കണ്ണനുകിലെ ആൾക്കരനോളാം. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ തൃത്തല്ലൂർ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് ബലിതർപ്പണം നടത്തി. തൃത്തല്ലൂർ രമേശൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പിതൃതർപ്പണവും ക്ഷേത്രം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തിലഹോമവും ഉണ്ടായിരുന്നു. ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പ്രദീപ് കരീപ്പാടത്ത്, അംഗങ്ങളായ ഗിരീഷ് മാത്തുക്കാട്ടിൽ, സുശീൽ ചാളിപ്പാട്ട്, പ്രവീൺ ചെറുകര എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സംവത്സരാണ മധ്യേ അഗ്നിനാമ സംവത്സരേ ഉത്തരായണേ ഗ്രീഷ്മകൃതോ അപരപക്ഷേ അവിട്ട നക്ഷത്രയുക്തായ ശുഭനക്ഷത്രേ ശുഭയോഗേ ശുഭകരണം ഏവം ഗുണ സകല ഗുണ വിശേഷേണ വിശിഷ്ടായ കൃഷ്ണകാവേര്യോ ദക്ഷിണപ്രദേശേ പരശുരാമധർമ്മദിയ കേരളഭൗമോ സ്വക്ഷേത്രേ തൃത്തല്ലൂർ ശിവക്ഷേത്ര സന്നിധോ സഹകുടുംബാന ക്ഷേമസ്ഥൈര്യ വീര്യവിജയ ആയുരാരോഗ്യ സമ്പത്സമർത്ഥ്യർത്ഥം പുത്രപൗത്രാദി. ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ മോട്ടോർ വാഹന തൊഴിലാളികൾ രാജ്യവ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞാണിയിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ PK പുഷ്കരൻ, പ്രബിൻ, KP സണ്ണി, CITU ജില്ലാ കമ്മിറ്റി മെമ്പർ CK വിജയൻ, CITU മണലൂർ ഏരിയ പ്രസിഡന്റ് TI ചാക്കോ, PG സുബിദാസ്, KV ഡേവിസ്, യൂണിയൻ ഏരിയ സെക്രട്ടറി CF ആൻഡ്രൂസ് എന്നിവർ സംസാരിച്ചു. സമരരംഗത്തുള്ള ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും അവരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയും മണലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയും ചേർന്ന സർക്കാരിന്റെ സർക്കുലർ കത്തിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധയോഗം DCC ജനറൽ സെക്രട്ടറി KK ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MB അരുൺ അധ്യക്ഷനായി. BG അശോകൻ, KB ജയറാം, റോബിൻ വടക്കേത്തല, ടോളി വിനീഷ്, പുഷ്പ വിശ്വംഭരൻ, ബീന സേവ്യർ, ടോണി അത്താണിക്കൽ, സോമൻ വടശ്ശേരി, ബീന തോമസ്, കവിത രാമചന്ദ്രൻ, സെൽജി സാജു, ജിൻസി മരിയ തോമസ്, ജോസഫ് പള്ളിക്കുന്നത്ത്, CN പ്രഭാകരൻ, സ്റ്റീഫൻ നീലങ്കാവിൽ, ഷാലി വർഗീസ് എന്നിവർ സംസാരിച്ചു. 9,000 രൂപയാണ് ഈ സംസ്ഥാനത്തെ പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് ലഭിക്കുന്നത്. ഈ 9,000 രൂപ ചില മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുമ്പോൾ അത് പലപ്പോഴും 8,000-ഉം 7,000-ഉമായി ചുരുങ്ങാറുണ്ട്. നമുക്കൊക്കെ അറിയാം, ആരോഗ്യരംഗത്ത് കേരളം വളരെ മുൻപന്തിയിലാണ്. ഇന്ത്യയിൽ ഇതര സംസ്ഥാനങ്ങൾക്ക് കേരളം മാതൃകയാണ് ആരോഗ്യരംഗത്ത്. പക്ഷേ ആരോഗ്യരംഗത്ത് അങ്ങനെ നമ്മൾ നേട്ടങ്ങൾ കൊയ്യുമ്പോൾ ഈ പാവപ്പെട്ട ആശാ വർക്കർമാരെ മറക്കാൻ പാടുണ്ടോ? എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ കോവിഡ് കാലത്ത് പോലും ഗർഭിണികൾക്ക് അതുപോലെ തന്നെ ദുരിതമനുഭവിക്കുന്ന ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള മരുന്നുകൾ എത്തിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുമായി ആരോഗ്യ രംഗത്ത് വ്യാപകമായ പ്രവർത്തനങ്ങൾ മുന്നിട്ട് പോകുന്ന ആശാ വർക്കർമാർ, അവർക്ക് കഴിഞ്ഞ 3 മാസമായി അവരുടെ ഓണറേറിയം കുടിശ്ശികയാണ്. മുറ്റിച്ചൂർ ശ്രീ കല്ലാറ്റുപുഴ ശിവരാത്രി പിറ്റേ ദിവസ പൂര മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ, ശീവേലി എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. വൈകിട്ട് മുറ്റിച്ചൂർ ഫ്രണ്ട്സ് നഗറിൽ നിന്നും പൂരം എഴുന്നള്ളിപ്പ് പുറപ്പെട്ടു. തുടർന്ന് ക്ഷേത്രത്തിൽ എത്തി കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നു. ചിറയ്ക്കൽ ശബരിനാഥ് തിടമ്പേറ്റി. പെരിങ്ങോട്ടുകര അനീഷ് ആനന്ദിന്റെ നേതൃത്വത്തിൽ മേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. പ്രസിഡന്റ് പ്രവീൺ പെണ്ണാട്ട്, സെക്രട്ടറി ഷൈൻ എറണാകുളത്ത്, ട്രഷറർ സുധീർ പെണ്ണാട്ട്, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
വലപ്പാട് 18-ാം വാർഡിലെ ആയുർവേദ ആശുപത്രി നടപ്പാതയുടെ ഉദ്ഘാടനം നടന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി. ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BR ജിത്ത്, വലപ്പാട് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രില്ല സുധി, വാർഡ് മെമ്പർ KK പ്രഹർഷൻ, ആയുർവേദ ഹോസ്പിറ്റൽ CMO റോയ് വർഗീസ് എന്നിവർ സംസാരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി വിഹിതം 5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ആളുകൾ വന്ന് ചികിത്സിച്ചു പോകുന്ന, നമുക്ക് വലിയ പേരായിട്ട് തോന്നിച്ചില്ലെങ്കിൽ പോലും പുറത്തെ ജനങ്ങൾക്ക് വലപ്പാട് ആയുർവേദ ആശുപത്രിക്ക് ഒരു പേര് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും മെച്ചപ്പെടുത്തി കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ 2022-23 പദ്ധതി കാലത്ത് കുളം വൃത്തികരിക്കാൻ നവീകരിച്ചുകൊണ്ട് നമ്മൾ 5 ലക്ഷം രൂപ മാറ്റിവെച്ചിരുന്നു. ഇത് 5 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. പുറത്ത് അപ്പുറത്തെ റോഡും വീതി കൂട്ടേണ്ടതാണ്. അതും ഞങ്ങൾ ആലോചിച്ച് പോകുന്നുണ്ട്. അതിനെല്ലാം ഉപരി നിങ്ങൾ അറിഞ്ഞു പോകേണ്ടത് 30 ലക്ഷത്തോളം രൂപ ചെലവ് ഇതുകൊണ്ടാണ് നമ്മൾ തൊട്ടപ്പുറത്ത് ഒരു സാംസ്കാരിക നിലയം പണിതിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം അടുത്ത ദിവസം ഉണ്ടാകും. KSTA വലപ്പാട് ഉപജില്ല യാത്രയപ്പ് സമ്മേളനം ശനിയാഴ്ച നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് ഹാളിൽ വെച്ച് നടക്കും. വലപ്പാട് ഉപജില്ലയിൽ നിന്ന് 21 അധ്യാപകരാണ് ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. യാത്രയപ്പ് സമ്മേളനം KSTA ജില്ലാ സെക്രട്ടറി സാജൻ ഇഗ്നേഷ്യസ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കമ്മിറ്റി അംഗം ബിനോയ് T. മോഹൻ, ജില്ലാ ട്രഷറർ T. വിനോദിനി എന്നിവർ ഉപഹാര സമർപ്പണം നിർവഹിക്കും. ഉപജില്ലാ പ്രസിഡന്റ് MD ദിനകരന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനത്തിൽ വിരമിക്കുന്ന അധ്യാപകർ തങ്ങളുടെ അനുഭവങ്ങളും പങ്കുവയ്ക്കും. ഒരിടവേള. Manappuram Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി K. ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തളിക്കുളം ബ്ലോക്ക് വാർഷിക സമ്മേളനം നടന്നു. തളിക്കുളം ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്ന സമ്മേളനം KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS ജോർജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ഒരു സംഘടനാ രീതി. നമുക്കൊരു പ്രത്യേകതയുണ്ട്, അതിതാണ് നമുക്ക് രാഷ്ട്രീയ കക്ഷി ഭേദങ്ങളില്ല, ജാതിമതാതി വൈരുദ്ധ്യങ്ങളില്ല, തസ്തികയുടെ ഉച്ചനീചത്വങ്ങളും ഇതൊക്കെ വളരെ പ്രകടമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് നമ്മുടെ സർവീസ് മേഖലയിൽ ഈ പ്രത്യേകതകളെല്ലാം ഉണ്ട്. ഒരു പക്ഷേ 28-30 സംഘടനകൾ ഈ മേഖലയിൽ സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ മേഖലയിൽ ഒറ്റ സംഘടനയായിട്ട് 92ലേക്ക് വരുന്നത്.
92-ൽ ഇത് വരാനുള്ള കാരണങ്ങൾ അതിന് മുമ്പ് തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ആ ആരംഭിച്ച കാരണങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാം. കാരണം നിങ്ങൾ യൂണിറ്റ് സമ്മേളനങ്ങളിലൊക്കെ ഇത് വിശദീകരിച്ചിട്ടുള്ളതാണ്. കാരണം പ്രതിനിധികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത്യാവശ്യം 10 പേരിൽ ഒരാളെന്നുള്ള നിലയിലാണ് ഇവിടെ ഹാജരുള്ളത്. ഇനി നമ്മൾ 50 പേരുള്ള ഒരാളും പിന്നെ 500 പേരുള്ള ഒരാളുമായിട്ട് സംസ്ഥാന സമ്മേളനം എത്തുമ്പോഴേക്കും ആ രീതിയിലുള്ള ആളുകളെ ആയിരിക്കും. ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MB മധു അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി മെജോ ബ്രൈറ്റ്, ജില്ലാ കമ്മിറ്റി അംഗം KK ധർമ്മപാലൻ, ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, ട്രഷറർ TK ഹരിദാസ്, വൈസ് പ്രസിഡന്റ് KN വിമല, BG പ്രസന്നകുമാരി, PA മേരി എന്നിവർ സംസാരിച്ചു. പുതിയ വർഷത്തെ ഭാരവാഹികളായി പ്രൊഫസർ MB മധുവിനെ പ്രസിഡന്റായും സെക്രട്ടറിയായി BN ജയാനന്ദനെയും ട്രഷററായി TK ഹരിദാസിനെയും തെരഞ്ഞെടുത്തു. പെൻഷൻ പരിഷ്കരണം ഉടനെ നടത്തുക, DR കുടിശ്ശികകൾ ഒറ്റത്തവണയായി നൽകുക എന്നീ പ്രമേയങ്ങൾ സമ്മേളനത്തിൽ പാസാക്കി. സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനവും നടന്നു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ് അധ്യക്ഷയായി. ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത ഗണേശൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാലു, മെമ്പർമാരായ AT ഷബീർ അലി, KS ധനീഷ്, സന്തോഷ് പണിക്കശ്ശേരി, ആശാ ഗോകുൽ, ഷൈജ ഉദയകുമാർ, രേഖ അശോകൻ, നൌഫൽ വലിയകത്ത്, ICDS സൂപ്പർവൈസർ സിനി KS എന്നിവർ സംസാരിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അധ്യക്ഷയായി. നിർവഹണ ഉദ്യോഗസ്ഥൻ മണലൂർ ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപിക ജോസി, മണലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി മരിയ എന്നിവർ സംസാരിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ നടത്തുന്ന ഒരു പദ്ധതിയാണ് ഈ പഠനോപകരണം കൊടുക്കുന്നത്. ഏകദേശം 1 ലക്ഷത്തോളം രൂപ വകയിരുത്തിയിട്ടാണ് നമ്മൾ ഈ പദ്ധതി നൽകുന്നത്. പഠിക്കുന്നതിന് ആവശ്യമായിട്ട് വരുന്ന പുസ്തകങ്ങളും മറ്റു സാധനങ്ങളൊക്കെ ഇരുന്ന് നല്ല രീതിയിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക. അങ്ങനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നമ്മളുടെ വിദ്യാഭ്യാസം വരുന്ന കുട്ടികളെ മുൻപന്തിയിലേക്ക് എത്തിക്കാനാണ് ഗവൺമെൻറ്റുകൾ ശ്രമിക്കുന്നത്. CC മുകുന്ദൻ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച നാട്ടിക 2-ാം വാർഡിലെ അംഗൻവാടി നാടിന് സമർപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ടീച്ചർമാരുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട രീതിയിലുള്ള അവരുടെ ശമ്പളം എങ്ങനെ കൊടുക്കാൻ കഴിയും എന്നൊക്കെ വലിയ ചർച്ചകൾ പല കാലങ്ങളിൽ നമ്മുടെ പ്രദേശങ്ങളിൽ ഈ അംഗനവാടികളിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അത് പറയാനുള്ള കാരണം ഇപ്പോൾ അതൊക്കെ മാറി വലിയ മാറ്റങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതല്ല, അതിനെക്കുറിച്ചുള്ള ചില സാഹചര്യങ്ങൾ ഞാൻ പറയുന്നില്ല. അത് ചിലപ്പോൾ രാഷ്ട്രീയമാകണ്ട എന്നൊരു മനസ്സിൽ തോന്നൽ, അത് പറയുന്നില്ല. അപ്പം അതുകൊണ്ട് വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മളൊരു അംഗനവാടി പണിയുന്നതിന് ആവശ്യമായ ചില സാഹചര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മുളയും ഓലയും വെച്ച് മറച്ചിരുന്ന അംഗനവാടികൾ വലിയ മാറ്റങ്ങൾ നമ്മുടെ പ്രദേശത്തുണ്ടാക്കിയത് ഒരു ചരിത്രമുണ്ട്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർ സെന്തിൽ കുമാർ, വൈസ് പ്രസിഡന്റ് രജനി ബാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, വാർഡ് മെമ്പർമാരായ KR ദാസൻ, റസീന ഖാലിദ്, നികിത P രാധാകൃഷ്ണൻ, സുരേഷ് ഇയാനി, CS മണികണ്ഠൻ, ഗ്രീഷ്മ സുഖിലേഷ്, ഐഷാബി ജബ്ബാർ, മുൻ മെമ്പർമാരായ UK ഗോപാലൻ, സജിനി മുരളി എന്നിവർ സംസാരിച്ചു. 25 ലക്ഷം രൂപ ഉപയോഗിച്ച് 2 നിലകളിൽ ആയിട്ടാണ് അംഗൻവാടി നിർമ്മിച്ചത്. മതിലകം സ്പോർട്സ് അക്കാദമി ഏപ്രിൽ 25 മുതൽ മെയ് 3 വരെ മതിലകം സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണവും ഓഫീസ് ഉദ്ഘാടനവും നടത്തി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷയായി. PK ചന്ദ്രശേഖരൻ, PC ഗോപിദാസ്, അൻവർ ഹുസൈൻ, KY അസീസ്, VK മുജീബ് റഹ്മാൻ, KK ജയൻ, PH നിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മെമ്പർഷിപ്പ് വിതരണവും നടത്തി. ഇന്റർനാഷണൽ വോളിബോൾ നടത്തുന്നത് ഏതെങ്കിലും ഒരാൾ ഇന്റർനാഷണൽ ആവാനല്ല ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു
പ്രദേശത്താണ് വരികയുള്ളത്. അക്ഷരാർത്ഥ വിദ്യാഭ്യാസം അത്തരത്തിലുള്ള നല്ല ടീമുകളെ കൊണ്ടുവന്നത് സംഘടിപ്പിക്കുക എന്നുള്ളത് മറക്കാത്തൊരു അനുഭവമായി നമുക്ക് മാറ്റാൻ കഴിയും. നമ്മളിവിടെ ഇത്തരമൊരു സംഘാടന പ്രവർത്തനത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കാലം ഏൽപ്പിക്കുന്ന ചില പണികളുള്ളത് വളരെ ചെയ്തേ പറ്റുമെന്ന് കാലം നമ്മളെ നിർബന്ധിക്കുന്നതുകൊണ്ടാണ്. ഇവിടെ പണ്ട് വോളിബോൾ കളിക്കാൻ അല്ലെങ്കിൽ മറ്റു പല കളികൾ കളിക്കാൻ നമുക്ക് പ്രത്യേക സ്ഥലമോ അതിന് സംഘാടന സമിതിയോ ഓഫീസുകളൊന്നും വേണ്ടതുണ്ടായിരുന്നില്ല. നമ്മൾ സ്വയമേവ അത്തരം കളികൾ കളിക്കാൻ പക്വമാവുന്ന തലത്തിലേക്ക് ഗ്രാമത്തിന്റെ അന്തരീക്ഷം മാറിയ കാലഘട്ടത്തിൽ നമ്മൾ അന്ന് കളിച്ചത് അന്ന് പ്രശ്നമാണ്. നമുക്ക് ചില സ്ഥലങ്ങൾ തീരുമാനിച്ചാൽ അവിടെ നമ്മൾ കളിക്കും അല്ലേ? എത്രയോ കുളങ്ങൾ, എത്രയോ വയലുകൾ, എത്രയോ സ്ഥലങ്ങൾ നമ്മുടെ ഏതൊക്കെ ശേഷിയുണ്ടോ ആ ശേഷിയൊക്കെ വിനിയോഗിക്കാൻ തരത്തിൽ നമ്മുടെ ഗ്രാമത്തിൽ അശാസ്ത്രീയമായ ഫെയർ സ്റ്റേജ് മീറ്റർ സംവിധാനം പുനർപരിശോധിച്ച് പുനഃക്രമീകരിക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GSTയിൽ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം നാട്ടിക മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്പയാർ RTO ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി KJ ജിജേഷ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. വിശ്വനാഥൻ അധ്യക്ഷനായി. BMS മേഖലാ സെക്രട്ടറി NB സേതുനാഥൻ, BMS മേഖലാ ട്രഷറർ ഗിരീഷ്, മേഖലാ വൈസ് പ്രസിഡന്റുമാരായ അനിൽകുമാർ, സന്ദീപ് മാരാത്ത്, യൂണിയൻ ഭാരവാഹികളായ ഷനിൽകുമാർ, വാസൻ, ശശി, ജയ സിംഗ്, ഉണ്ണികൃഷ്ണൻ, ഷിജു, സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദേശ രാജ്യങ്ങളിൽ ഓട്ടോ അല്ലെങ്കിൽ ടാക്സി തൊഴിലാളികൾ നടത്തുന്ന ഫെയർ സ്റ്റേജ് സംവിധാനങ്ങൾ മീറ്റർ ഘടിപ്പിച്ചുകൊണ്ട് മീറ്റർ ഘടിപ്പിച്ചില്ലെങ്കിൽ ഫ്രീ സർവീസ് നടത്തണം എന്നുള്ള ഒരു അസാധാരണമായിട്ടുള്ള വിജ്ഞാപനമാണ് മോട്ടോർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയിട്ടുള്ളത്. അതും അംഗീകൃത ട്രേഡ് യൂണിയനുകളുമായി കൂടിയാലോചിക്കാതെയും ഒരു സുപ്രഭാതത്തിൽ കുറച്ച് ദിവസങ്ങളുടെ ഗ്യാപ്പിൽ ഈ വിജ്ഞാപനം ഇറക്കുകയും തൊഴിലാളികളെ പൊതുജനങ്ങളുടെ മുന്നിൽ മോശക്കാരാക്കുകയാണ് ഈ തൊഴിലാളികളുടെ അപ്പോസ്റ്റലന്മാരെന്ന് പറഞ്ഞ് അധികാരത്തിൽ കൊണ്ടുകയറിയിട്ടുള്ള. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഹരിത പ്രഖ്യാപനം നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു അധ്യക്ഷനായി. മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ കേരളത്തെ മാലിന്യമുക്ത നവകേരളമായി പ്രഖ്യാപിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള നമ്പിക്കടവ് ബീച്ച് മുതൽ ഇടശ്ശേരി ബീച്ച് വരെയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി 50 ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. മാലിന്യ സംസ്കരണ കേന്ദ്രമായ MCF ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു വരുന്നുണ്ട്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള വിദ്യാലയങ്ങൾ, അംഗൻവാടികൾ, ഓഫീസുകൾ, കുടുംബശ്രീ, സ്നേഹതീരം ബീച്ച് എന്നീ മേഖലകൾക്കാണ് ഹരിത പദവി നൽകുന്നത്. ചടങ്ങിൽ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, വാർഡ് മെമ്പർമാരായ IS അനിൽകുമാർ, വിനയ പ്രസാദ്, സന്ധ്യ മനോഹരൻ, സുമന ജോഷി, ബിന്നി അറക്കൽ, പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു, അസിസ്റ്റന്റ് സെക്രട്ടറി തങ്കം, VEO രശ്മി, ഹെൽത്ത് ഇൻസ്പെക്ടർ സിനി KA, കുടുംബശ്രീ ചെയർപേഴ്സൺ മീന രമണൻ, ബ്ലോക്ക് ഹരിത കേരളം മിഷൻ RP വൈഷ്ണവ്, കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ മുജീബ്, വെറ്റിനറി ഡോക്ടർ ആര്യ എന്നിവർ സംസാരിച്ചു. മുക്തമാക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നമ്മുടെ റോഡരികിൽ ചെയ്യുന്ന ഒന്ന് തുപ്പുക അല്ലെങ്കിൽ നമ്മൾ വഴിയരികിൽ വേണ്ടാത്ത രീതിയിൽ ചെയ്യുന്ന വലിച്ചെറിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ മറ്റു വിദേശ രാജ്യങ്ങളിൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം എന്താ, അത് ചെയ്തതേ ഓർക്കുണ്ടാവുള്ളൂ. അതിനേക്കാൾ ഭാരമേറിയ പിഴകൾ അവർക്കത് ഈടാക്കുന്ന രീതിയിൽ, അതുകൊണ്ട് തന്നെ ഒരാളും അത് ചെയ്യില്ല. ചിന്താശക്തിയും പ്രതികരണശേഷിയുമുള്ള പുതിയ തലമുറ ലക്ഷ്യബോധത്തോടെ മുന്നേറുന്നതിലുണ്ടായ പരാജയമാണ് സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ പറഞ്ഞു. ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും സർവ്വസാധാരണമായ വ്യാപനം ദുരന്തങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിലേക്ക് കേരളത്തെ മാറ്റുകയാണ്. ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇത്തരം അവസ്ഥകൾക്കെതിരെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി യോജിച്ച് മുന്നേറുന്നതിന് എല്ലാവരും ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്ഥാപനമായ അന്തിക്കാട് സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിലെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രഘുരാമൻ പണിക്കർ. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ
ഒരാളായിട്ട് നിൽക്കുന്ന രോഗികളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് ആരോഗ്യത്തിനും പ്രശ്നങ്ങളും പരിക്കേറ്റു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിൽ ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നറിയാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ കൈപിടിച്ചുകൊണ്ട് ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ വേദിയിലുണ്ട്. അവരെല്ലാവരും നേരത്തെ പറഞ്ഞു സ്വയം കിഡ്നി പോലും ദാനം ചെയ്തുകൊണ്ട് സമൂഹത്തിന് ഏറ്റവും വലിയ മാതൃകയായിട്ട് മാറുന്ന വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള വ്യക്തിത്വം. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കൊന്നും അങ്ങനെ സാധിച്ചില്ലല്ലോ എന്ന് സത്യം പറഞ്ഞാൽ തോന്നുന്നു. നമ്മളൊന്നും അങ്ങനെ ചിന്തിച്ചില്ലല്ലോ എന്ന് പോലും തോന്നുന്നു. സമൂഹത്തിനെയും നമ്മുടെ കൂടെ നിൽക്കുന്നവരെയും എന്നും കാണാനും അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാനും അവരോടൊപ്പം മുന്നോട്ട് പോകാനും അവർ നമ്മളിലൊരാളാണ് എന്നുള്ള ധാരണ ബലമായി കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ. ജോസ് വള്ളൂർ ചടങ്ങിൽ അധ്യക്ഷനായി. ഹൃദയ ഫൗണ്ടേഷന്റെ അവാർഡിനർഹനായ സാന്ത്വനം സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി MP ഷാജിയെ NTC ഗ്രൂപ്പ് ചെയർമാൻ വർഗീസ് ജോസ് ആദരിച്ചു. രാംകുമാർ കാട്ടാനിൽ, NP രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് സതീഷ് വിമലൻ, ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി, KS ഡൊമിനിക്, ജെയ്ജു സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് ശശികുമാർ എടപ്പുഴ, ആൻഡോ തൊറയൻ, അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ എൻഡോമെന്റുകളും വിതരണം ചെയ്തു. തൃപ്പയാർ ലയൺസ് ക്ലബിന്റെ കുടുംബസംഗമം നടന്നു. ക്ലബ്ബ് പ്രസിഡന്റ് സാനി ജോസഫ് അധ്യക്ഷനായി. സെക്രട്ടറി CR ഗണേഷ്, വൈസ് പ്രസിഡന്റ് ഏകലവ്യൻ, VS വ്യാസബാബു, രഘു പുളിക്കൽ, A ആന്റണി, ജയശങ്കരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. വാടനപ്പള്ളിയിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. ആശാ വർക്കർമാർക്കെതിരെ ഗവൺമെന്റ് പുറത്തിറക്കിയ സർക്കുലർ കത്തിച്ച് കോൺഗ്രസ് പ്രതിഷേധം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തളിക്കുളം ബ്ലോക്ക് വാർഷിക സമ്മേളനം നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.